2 മാസത്തിനുള്ളിൽ അമേരിക്കയുടെ സാമ്പത്തിക ശേഷി വളരെ ദുർബലമാകും. പെൻറ്റഗണിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സൈനിക ബലം കുറയുന്ന സാഹചര്യം വരും. അതായത് ലോകശക്തിയെന്നും ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യമെന്നും വിളിപ്പേരുള്ള അമേരിക്ക അവരുടെ സാമ്പത്തിക ഭദ്രത ഞെരുക്കത്തിലാണ് എന്നുള്ള റിപ്പോർട്ട് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തകർച്ചയിലേക്ക് കൊണ്ടുപോവുകയാണ്. അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും മോശം പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എന്ന് സ്വന്തം പാർട്ടിക്കാർ തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യമാണ്. മുൻപ് ഡൊണാൾഡ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്ന മൈക്ക് പെൻസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ട്രംപ് വിരലി പിടിച്ച ഒരു നേതാവാണ്. അയാൾ എന്താണ് ചെയ്യുക, അടുത്ത നിമിഷം എന്തൊക്കെയായിരിക്കും ചെയ്യുക എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അയാളെ വിശ്വസിച്ച് ആർക്കും ഒപ്പം നിൽക്കാനും കഴിയില്ല എന്ന് മൈക്ക് പെൻസ് മുൻപ് തന്നെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്ക ആ രീതിയിലുള്ള സ്വയം നാശത്തിലേക്ക് കൂപ്പുകുത്താൻ വേണ്ടിയുള്ള ശ്രമമാണോ നടത്തിവരുന്നത് എന്ന ചോദ്യം പലയിടത്തു നിന്നും ഉണ്ടാവുകയാണ്. ഇതിനിടയിൽ മിഡിൽ ഈസ്റ്റിലുണ്ടാകുന്ന പുതിയ രാഷ്ട്രീയ സഖ്യം അത് അമേരിക്കയ്ക്ക് ഏറെ ദോഷകരമാണ്, ഗുണം ചെയ്യില്ല. ദോഷകരമാകുന്ന ഒരു ഘട്ടത്തിൽ പോലും അമേരിക്ക ഒരു പുനർവിചിന്തനം നടത്താൻ തയ്യാറാകുമ്പോൾ ഇസ്രയേൽ അതിനൊന്നും സമ്മതിക്കുന്നില്ല. ഇസ്രയേൽ വാസ്തവത്തിൽ അമേരിക്കയുടെ പുക കണ്ടേ അടങ്ങുമെന്ന രീതിയിലാണ്. കാരണം അമേരിക്കയുടെ ഏകാധിപത്യ നടപടികളൊക്കെ നമുക്കറിയാം. പല രാജ്യങ്ങളിലെയും സമ്പത്ത് കൊള്ളയടിക്കാനും അവിടുത്തെ എണ്ണ ഊറ്റിയെടുക്കാനുമൊക്കെ ശ്രമിക്കുകയാണ്. പല സാഹചര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തിയാൽ 2000-ന് ശേഷവും അമേരിക്ക തുടർന്നു വന്ന പാത നമുക്കറിയാം. എന്നാൽ അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടുന്ന സാഹചര്യങ്ങൾ വളരെ ചെറിയ സാഹചര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വേൾഡ് ട്രേഡ് സെൻറ്റർ തകർക്കപ്പെട്ടപ്പോൾ അമേരിക്ക ഭീകരവാദത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. അതൊക്കെ അമേരിക്കയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചിട്ടുള്ള സാഹചര്യം തന്നെയാണെങ്കിലും ഇവിടെ അമേരിക്ക ഭീകരവാദിയെന്ന് മുദ്രകുത്തുന്ന ചാപ്പ കുത്തിയ ഖമനയുടെ മരണത്തിന് ശേഷം വാസ്തവത്തിൽ നഷ്ടമാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചത്. GCC രാജ്യങ്ങൾ അമേരിക്കയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇറാൻ കയറി ആക്രമിച്ചതും ആ സമയത്ത് GCC രാജ്യങ്ങളാകെ അന്തം വിട്ടു നിന്നതും നമുക്കറിയാം. നിസ്സഹായരായിപ്പോയ അവസ്ഥയാണിത്. ഇസ്രായേൽ അവിടെ അടിയിരുന്ന് വാങ്ങാനായി നിൽക്കുന്നവരാണ്. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ഇസ്രായേലിനെ അവസരം പാർത്തു നിൽക്കുക തന്നെയാണ്. ഏതു സമയത്താണ് ഇസ്രായേലിന് തിരിച്ചടി കിട്ടുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം.